വലിയ പാടൊന്നും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ബീഫ് അച്ചാർ വീട്ടിലുണ്ടാക്കി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഞങ്ങൾ 2 കിലോ ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒട്ടും കൊഴുപ്പില്ലാത്ത ബീഫ് തന്നെ കടയിൽ നിന്ന് പറഞ്ഞ് വാങ്ങുക. അച്ചാറിന് കൊഴുപ്പുള്ള ബീഫ് കൊള്ളില്ല. അപ്പം അതിന് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം പുരട്ടി വയ്ക്കുക. 1 മണിക്കൂർ പുരട്ടി വെച്ചിരിക്കണം, അല്ലെങ്കിൽ അരമണിക്കൂർ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഞങ്ങൾ അച്ചാറിന് അത്ര നല്ലതല്ല. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് ബെസ്റ്റ്. അപ്പോൾ അത് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 250 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതെല്ലാം നമ്മൾ ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ നല്ലെണ്ണ ഉപയോഗിച്ച് എല്ലാം സെപ്പറേറ്റ് വറുത്ത് എടുക്കണം. ഇനി ഈ വറുത്ത് വച്ചേക്കുന്ന എല്ലാത്തിൽ നിന്നും കുറച്ച് ഞങ്ങൾ എടുക്കണം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇതുപോലെ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഗ്രേവിക്ക് ആഡ് ചെയ്യാനാണ്. എന്നിട്ട് എണ്ണ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, പാത്രം ഓൾറെഡി ചൂടാണ്, അതുകൊണ്ട് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക്, ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഐറ്റം കൂടെ ഇതിൽ ആഡ് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ 1 കപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ എടുത്തങ്ങിടുക. ഇനി ഇതിലോട്ട് 2 സ്പൂൺ ഉലുവാപ്പൊടിയും കുറച്ച് കായ്പ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ല യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ബീഫ് അച്ചാർ റെഡി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും ചോറിനായാലും ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.